Hi guys, welcome to my channel RK, the viral man, Indian from South. ഒരു 2-3 ദിവസം മുന്നേ ഞാൻ മമ്മൂട്ടിയുടെ ടർബോ റിവ്യൂ ഇട്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു റിവ്യൂ ചെയ്തായിരുന്നു ഡൽഹിയിൽ വെച്ചിട്ട്. അതിന് എല്ലാ മലയാളികളും എനിക്ക് നല്ല സ്നേഹത്തോടെയും സഹകരണത്തോടെയും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ കുറേ ചെയ്തു. എല്ലാവർക്കും നന്ദി. കാരണം ദില്ലിയിൽ നിന്നിട്ടാണ് ഞാൻ ഇട്ടായിരുന്നത്. ഡൽഹിയിലുള്ള മലയാളികൾ എങ്ങനെ മമ്മൂട്ടിയുടെയും മലയാളികളെ നോക്കി കാണുന്നു എന്നുള്ളൊരിതായിരുന്നു ഞാൻ അതിൽ കൂടെ എല്ലാവർക്കും കൊടുത്തത്. എന്തായാലും അതിനെ എല്ലാവരും എന്നോട് സഹകരിച്ചു. എല്ലാവർക്കും നന്ദി. വീണ്ടും സഹകരണമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പോയാലും മമ്മൂട്ടിയുടെ ടർബോ ഇന്നിപ്പോൾ 50 കോടി ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര റെക്കോർഡുകൾ തകർക്കുമെന്നുള്ളത് നമുക്ക് ഇനി കാണാം. കാരണം മമ്മൂട്ടി എന്നെങ്കിലും റെക്കോർഡുകൾ തകർക്കാൻ വേണ്ടി ജനിച്ചിട്ടുള്ളതാണ്. റെക്കോർഡുകളുടെ രാജകുമാരൻ മെഗാസ്റ്റാർ മമ്മൂട്ടി. ടർബോ 50 കോടിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നോക്കാം ഇതുവരെ എത്തുന്നുണ്ട്. ആവേശത്തിനെ കടത്തി വിട്ടു, മഞ്ഞുമൽ ബോയ്സിനെ കടത്തി വിട്ടു എന്ന് നോക്കാം. മഞ്ഞുമൽ ബോയ്സിന് അത്ര പോകാനുള്ള ചാൻസ് ഇല്ല. ഒരു 100-150 കോടി ചിലപ്പോൾ എത്താനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവിടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഒരു ഇത് കുറഞ്ഞു. പണ്ടത്തെ കഴിഞ്ഞ ആഴ്ചത്തെ ആ തിരക്കിപ്പോൾ ഇല്ല. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, ഇന്ന് ഒരു സിനിമ റിലീസായിട്ടുണ്ട്, ഗരുഡൻ. ഗരുഡൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. സുരേഷ് ഗോപിയുടെയും നമ്മുടെ ബിജു മേനൻ്റെയും മലയാളം മൂവിയല്ല, അതല്ല. ഇത് ഗരുഡൻ ഒരു തമിഴ് മൂവി ഇറങ്ങിയിട്ടുണ്ട്. ഗരുഡൻ തമിഴ് മൂവി ഇന്നാണ് റിലീസായിരിക്കുന്നത്, 31 മെയ്. ഞാനിപ്പോൾ അത് കണ്ടു, ഡൽഹിയിൽ നിന്നുള്ളത് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല തിയേറ്ററിൽ. കാരണം ഇപ്പോൾ ഇന്ന് റിലീസ് ഡേറ്റല്ലേ, പിന്നെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഗരുഡൻ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സൂരി, ഉണ്ണിമൂന്തൻ, ശശികുമാർ, ഇവർ 3 ആക്ടിങ്, മൂന്ന് ആൾക്കാർ. പിന്നെ സംവിധാനം ദുരൈ സെന്തിൽകുമാർ. ആക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മഹേഷ് മാത്യു. പിന്നെ മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജ. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരു പഴയ ദളപതർ ലുക്ക്. എന്നുവെച്ചാൽ ഒരു നൻപൻ കഹാനിയാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു കഹാനി, ഒരു കഥ. ഇപ്പോൾ ദളപതിയിൽ രജനീകാന്തും മമ്മൂട്ടിയും ചെയ്ത പോലെ ഇതും അതുപോലെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ളൊരു കഥയാണ് ഇതിൽ, ആദ്യം തൊട്ട് അവസാനം വരെ. എന്നുവെച്ചാൽ കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഒരു കൂട്ടുകാരൻ. അതാണ് മെയിൻ കഥ ഇതിൻ്റെ. സിനിമ കുഴപ്പമില്ല. നമ്മുടെ മലയാളത്തെ ഉണ്ണിമൂന്തനൊക്കെ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സൂര്യയുടെ ട്രാൻസ്ഫോർമേഷനാണ് ഇതിൽ എടുത്തു പറയാനുള്ളത്. കാരണം ആദ്യം ഒരു കൊമേഡിയനായി തുടങ്ങിയ സൂരി ഇപ്പോൾ അവൻ നല്ല ഹൈ ക്ലാസ് മൂവി ചെയ്യാൻ തുടങ്ങി. പെട്ടെന്ന് ആക്ഷൻ മൂവി ആയാലും ഇമോഷൻ, സെൻറ്റിമെൻറ്റ്സ്, ഫൈറ്റ് എല്ലാം ആൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സൂര്യക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഉണ്ണിമൂന്തൻ പിന്നെ മലയാളത്തിൽ അത്ര വലിയ സ്റ്റാർ ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട് ആൾ. തമിഴ് അങ്ങോട്ട് ഉണ്ണിമൂന്തന് ചേരുന്നില്ല. തമിഴ് വേറെ ആരും ഡബ് ചെയ്തിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ണിമൂന്തൻ്റെ ശബ്ദമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. സിനിമ നല്ല രസമായിട്ട്. ശശികുമാർ നല്ല അഭിനയം. ആ താടി ചേർത്തുണ്ട് ശശികുമാർ. അപ്പോൾ എല്ലാ സിനിമയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങേര് മുടിഞ്ഞ ആക്ടിങ്ങാണ്. നല്ല രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല പാട്ടുകളൊന്നും കുഴപ്പമില്ല. ഒരു എബോ ആവറേജ് മൂവി. ചിലപ്പോൾ തമിഴ് വെയിറ്റ് ആകുമ്പോൾ 100 കോടി അടിക്കും തമിഴ്നാട്ടിൽ. കാരണം ഈ തമിഴന്മാർക്ക് എപ്പോഴും ഈ കറുത്തവരെയും അധികം ഭംഗിയിലെത്തൊരു ഇഷ്ടം. ഇപ്പോൾ രജനീകാന്ത് വന്ന പോലെ. അപ്പോൾ സൂര്യയുടെ ചിലപ്പോൾ അവർ വിജയിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. ഗരുഡൻ മൂവി കുഴപ്പമില്ല. ഇതിന് ഒരു എബോ ആവറേജ് മൂവിയാണ്. പിന്നെ എനിക്ക് തന്ന സഹകരണത്തിന് എല്ലാവർക്കും നന്ദി. വീണ്ടും നിങ്ങളുടെ എല്ലാ സഹായസഹകരണം പ്രതീക്ഷിക്കുന്നു. അടുത്ത മൂവിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ, ജയ് ഹിന്ദ്.